ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ഈ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിൽ തൃശ്ശൂർ സിറ്റിയിൽ ആർക്കെങ്കിലും ഹോം ട്യൂഷനായിട്ട് നീറ്റ് ഫിസിക്സ്, നീറ്റ് കെമിസ്ട്രി ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. വീട്ടിൽ വന്നിട്ട് ക്ലാസ്സുകൾ എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കുക എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹൈഡ്രജനും കാർബണും മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹൈഡ്രോ കാർബൺസ്? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എടുക്കുന്നു. ആ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ കാണുന്നുള്ളൂവെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? അത്തരത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണെന്ത്? ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റായിട്ട് ഓർത്തിരിക്കാം, ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് containing, organic compounds containing carbon and hydrogen only are called hydrocarbons. ഇതാണ് ഹൈഡ്രോ കാർബൺസിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. ശ്രദ്ധിച്ചു പഠിക്കുക. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ പറയണത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഓൺലി ആർ കോൾഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, ഈ ഹൈഡ്രോ കാർബൺസ് സാധാരണ നമുക്ക് എവിടെയാണ് കാണപ്പെടുന്നത്? പ്രകൃതിയിൽ ഇത് എവിടെയാണ്, അല്ലെങ്കിൽ ഏത് ഫോമിലാണ് ഹൈഡ്രോ കാർബൺസ് കാണപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായാൽ, അതായത് നമ്മുടെ പ്രകൃതിയിൽ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ഏത് ഫോമിൽ ഒക്കെയാണ് കാണപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം പഠിച്ചിരിക്കാം. ഇൻ ദ ഫോം ഓഫ് കാണപ്പെടുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻ ദ ഫോം ഓഫ് പെട്രോളിയത്തിൻ്റെ രൂപത്തിൽ ഹൈഡ്രോ കാർബൺസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന നാച്ചുറൽ ഗ്യാസിൻ്റെ രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഹൈഡ്രോ കാർബൺസിനെ കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. കിട്ടിയില്ലേ? ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഹൈഡ്രോ കാർബൺസ് കാണപ്പെടുന്ന മറ്റു ചില പ്രത്യേക സ്ഥലങ്ങളും കൂടി ഉണ്ട്, അതൊന്ന് പഠിച്ചിരിക്കുക. LPG എന്ന് പറയുന്നതിൽ നമുക്ക് ഹൈഡ്രോ കാർബണിനെ കാണാനായിട്ട് പറ്റും. എന്താണ് LPG എന്ന് പറഞ്ഞാൽ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലേ? അപ്പോൾ LPG എന്ന് പറയുകയാണെങ്കിൽ LPGയുടെ ഫുൾ ഫോം ഇതാണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ രൂപത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ നാച്ചുറൽ ഹൈഡ്രോ കാർബൺസ് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പിന്നെ കാണുന്ന മറ്റൊരു സംഗതിയാണ്, ഹൈഡ്രോ കാർബൺസ് കാണപ്പെടുന്ന മറ്റൊരു സംഗതിയാണ് CNG എന്ന് പറയുന്നത്. CNGയിൽ നമുക്കിതിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റും. അപ്പോൾ CNGയുടെ ഫുൾ ഫോമും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ നമുക്കിതിൻ്റെ പ്രസൻസ് കണ്ടെത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ LNG എന്ന് പറയുന്നതിലും ഈ സാധനം കാണാം. LNG എന്ന് പറയുകയാണെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്
ഇതിലും എന്തുണ്ട്, ഹൈഡ്രോ കാർബൺസിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഈ പറയുന്ന LPG, CNG അതുപോലെ തന്നെ LNG എന്ന് പറഞ്ഞാൽ അതൊക്കെ ബേസിക്കലി എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവന്മാരെല്ലാം ഉപയോഗിക്കുന്നത്? ഫ്യൂവൽസ് ആയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ കാണപ്പെടുന്ന മറ്റൊരു സ്ഥലമാണ് ഗ്യാസോലിൻ എന്ന് പറയുന്നതിലും ഈ ഹൈഡ്രോ കാർബൺസിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാസോലിൻ എന്ന് പറയുകയാണെങ്കിൽ അത് ആക്ച്വലി അതെന്താണ്, പെട്രോൾ ആണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇത് കാണപ്പെടുന്ന മറ്റൊരു ഹൈഡ്രോ കാർബൺസിൻ്റെ പ്രസൻസ് ഉള്ള മറ്റൊരു സ്ഥലമാണ് കെറോസിൻ എന്ന് പറയുന്നത്. കെറോസിനിൽ കാണാം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഡീസൽ. ഓക്കെ, അപ്പോൾ ഗ്യാസോലിൻ, കെറോസിൻ ആൻഡ് ഡീസൽ ആർ ഒബ്റ്റൈൻഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം. അപ്പോൾ പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് നമുക്ക് ഹൈഡ്രോ കാർബൺസിൻ്റെ പ്രസൻസ് ഉള്ള പെട്രോള്, കെറോസിൻ, ഡീസൽ മുതലായവ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കെറോസിൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ ഉപയോഗിച്ചത്, എന്താണത്? കെറോസിൻ എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് ഫ്യൂവലാണ് എന്നുള്ള ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക. ഡൊമസ്റ്റിക് ഫ്യൂവൽ. അപ്പോൾ കെറോസിൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, ഒരു ഡൊമസ്റ്റിക് ഫ്യൂവൽ ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നൊരു സംഗതി. ഈ കോൾ ഗ്യാസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ നടത്തിയിട്ടാണ് കോൾ ഗ്യാസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ. അപ്പോൾ ഇവിടേക്കും ഈ പറയുന്ന കോൾ ഗ്യാസ്, ഗ്യാസോലിൻ, ഇവിടെ എല്ലാം നമുക്ക് എന്ത് കാണാൻ പറ്റും, ഹൈഡ്രോ കാർബൺസിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിമേഴ്സ് ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഉദ്ദേശിക്കുന്നത് സച്ച് ആസ് പോളിപ്രൊപ്പീൻ, അതുപോലെ തന്നെ പോളിസ്റ്ററിൻ ഈ പറയുന്നതിലേക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഹൈഡ്രോ കാർബൺസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ്, അതായത് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണം കൂടുതലുള്ള കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണെന്ത്, ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോ കാർബൺസ് നമ്മൾ സാധാരണയായിട്ട് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് പഠിച്ചിരിക്കുക. എവിടെയാണ്? സോൾവെൻസ് ഫോർ പെയിൻറ്റ്സ് ആണ്. ഓക്കെ, സോ hydrocarbons are used as solvents for paints എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കും. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മുടെ ഹൈഡ്രോ കാർബൺസുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ only are called hydrocarbons, and these are widely distributed in nature in the form of petroleum, natural gas, etc. Hydrocarbons are considered to be the parent organic compounds, while all other compounds are thought to have been derived from them by replacement of one or more hydrogen atoms by other atoms or groups. Hydrocarbons play a key role in our daily life. LPG, CNG, LNG are used as fuels. Gasoline, kerosene and diesel are obtained by fractional distillation of petroleum. Kerosene is used as a domestic fuel. Coal gas, obtained by destructive distillation of coal, is also used as a fuel. Automobiles use petrol, diesel and CNG as fuels, and all these fuels containing mixture of hydrocarbons which are source of energy. Hydrocarbons are extensively used in the manufacture of polymers such as polythene, polypropylene, polystyrene, etc. Higher hydrocarbons are used as solvent for paints. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നൊരു പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.